ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നോമ്പ് ധ്യാനത്തിനായി ലൂക്കോസിന്റെ ലേഖനം 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ഇതേ ചിന്ത മത്തായിയുടെ സുവിശേഷം 19-ന്റെ 16 മുതൽ 30-ലും മർക്കോസിന്റെ സുവിശേഷം 10-ന്റെ 17 മുതൽ 31-ലും നമുക്ക് കാണാം. ഈ വേദഭാഗത്ത് ഒരു പ്രമാണി യേശുവിനോട്, നല്ല ഗുരു, ഞാൻ നിത്യതയ്ക്ക് അവകാശമാകാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നതാണ്. ലോകപ്രകാരം എല്ലാം തികഞ്ഞവനാണെങ്കിലും തന്റെ നിത്യത തന്റെ കൈവശമില്ല എന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഈ ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ്. എങ്ങനെ നിത്യതയിൽ പ്രവേശിക്കാം? യേശുവിന്റെ മറുപടി വളരെ കൗതുകമേറിയതാണ്. ദൈവമല്ലാതെ വേറെ ആരും നല്ലവനില്ല എന്ന്. ദൈവം ഓരോരുത്തരെയും വിലയിരുത്തുന്നത് ലോകപ്രകാരമല്ല, മറിച്ച് സ്വർഗീയ നിലപാടിലാണ്. പിന്നീട് യേശു അവനോട് കൽപ്പനകൾ ഓരോന്നായി പറയുകയാണ്. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ആ പ്രമാണി ഒട്ടും സന്തോഷവാനാകുന്നില്ല. ഈ കൽപ്പനകളെല്ലാം ഞാൻ ചെറുപ്പം മുതലേ ചെയ്തു വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ എല്ലാം തികഞ്ഞവനാണെന്ന അഹങ്കാരത്തിന്റെ നിഴൽ ആ ഉത്തരത്തിൽ കാണാമായിരുന്നു. യേശുവിന്റെ മറുപടി വീണ്ടും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. നിനക്ക് ഒരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് പകുത്തു കൊടുക്കുക. എന്നാൽ സ്വർഗരാജ്യത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഒരു ഉപമ കൂടി പറയുന്നു. ധനവൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴലിലൂടെ കടക്കുന്നത് എളുപ്പമെന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് കേട്ടവർ ചോദിക്കുന്നു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമെന്ന് ഉത്തരം പറഞ്ഞു. നാം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, പക്ഷെ എല്ലാത്തിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? ഈ നോമ്പുകാലത്ത് എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് പുതിയ സൃഷ്ടിയാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.